ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റോപീഡിയ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ക്യൂട്ട് നോട്ട്ബുക്കാണ്. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, 2025 കഴിഞ്ഞല്ലോ. അപ്പോൾ 26ലേക്ക് ഐശ്വര്യമായിട്ടൊരു ഡയറിയാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ട്ബുക്ക് ഡയറി എന്നൊക്കെ കേൾക്കുമ്പോൾ നോർമലി പശതെ ചൊട്ടിച്ചെടുക്കുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു വർഷം മൊത്തം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു ബൈൻഡിങ് മെത്തേഡാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ബൈൻഡിങ്ങിന്റെ പേരാണ് കോപ്റ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ കോപ്റ്റിക് സ്റ്റിച്ച് എന്നും പറയാം. ഞാൻ ഇവിടെ ഒരു ഡ്രോയിങ് ബുക്കിനകത്തെ പേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി A4 ഷീറ്റ് തപ്പിയിട്ട് കിട്ടാനിട്ടാണ് ഈ ഒരു നോട്ട്ബുക്കിൽ എത്തിയത്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 160 GSM പേജസ് ആണിത്. അപ്പോൾ A4 ഷീറ്റിനെക്കാളും കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. ഇതിന്റെ പേജസ് ഏറെക്കുറെ A4 ഷീറ്റിന് അതേ സൈസിലാണ് ഉള്ളത്. അപ്പൊ ഞാനിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഓർത്തത് ഒരു മിനി നോട്ട്ബുക്ക് പോലെ ചെയ്യാനാണ്. പിന്നെ ഞാൻ ഓർത്തു ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി വലുതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം എന്ന് വെച്ചത്. അപ്പോൾ എല്ലാ പേപ്പറും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇവിടെ ഒരു 28 പേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡബിൾ കിട്ടും. അപ്പോൾ എല്ലാ പേജസും ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം 4 വീതം നമുക്ക് ഓരോ സെറ്റ് ആക്കി മാറ്റി വെക്കണം. അപ്പോൾ ഓരോ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് സിഗ്നേച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ 4 ആക്കിയിട്ട് 7 സെറ്റാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള കാർഡ്ബോർഡ് ആണ്. അപ്പോൾ നോർമൽ കാർഡ്ബോർഡ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈൻഡിങ് ബോർഡ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെ അങ്ങനത്തെ ഇഷ്ടം പോലെ ബൈൻഡിങ് ബോർഡ് മേടിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാത്തിനും നല്ല പൈസയാണ്. ഈ ഒരു സാധനം ശരിക്കും ബൈൻഡിങ് ബോർഡ് അല്ല, വേറെ എന്തോ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോഡിൽ കിടന്നിട്ട് എനിക്ക് ആക്ച്വലി സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കാണാം ഈ ഒരു സംഭവം തന്നത് നല്ല 8ന്റെ പണിയാണ്. ഈ റാപ്പ് ചെയ്തിരിക്കുന്ന പേപ്പർ ആക്ച്വലി വലിയ ഇഷ്ടപ്പെടാതെ ഞാൻ മേടിച്ചൊരു പേപ്പർ ആയിരുന്നു. നമ്മളന്ന് ക്രിസ്മസ് ഷോപ്പിംഗ് പോയപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ പൊതിഞ്ഞു വന്നപ്പോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ മുകളിലും വെക്കാനുള്ള 2 ബൈൻഡിങ് ബോർഡും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഈ ബോർഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പറിന്റെ എക്സാക്ട് മെഷർമെന്റിൽ തന്നെ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായി. ഇനി നമുക്ക് ഈ 2 ബൈൻഡിങ് ബോർഡിലും പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറിലും ഹോൾസ് ഇട്ട് എടുക്കണം. അപ്പൊ അത് ഈക്വൽ മെഷർമെന്റിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പറിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹോൾസ് ഇട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ എല്ലാ പേപ്പറിലും ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ബൈൻഡിങ് ബോർഡിൽ ഹോൾസ് ഇടുമ്പോൾ ഇതുപോലെ ഒരു 1 സെന്റിമീറ്റർ സ്പേസ് വിട്ടിട്ട് വേണം ഹോൾ ഇടാനായി. ഞാനാണെങ്കിൽ ഒരു ബോർഡിൽ ഹോൾ ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. അത് തന്നെയല്ല, ഇതിൽ ഹോൾ ഇടാൻ ഭയങ്കര പാടുമായിരുന്നു. ആണിയും ചുറ്റികയൊക്കെ വെച്ചിട്ട് അടിച്ചിറക്കും. ഞാൻ ഇവിടെ നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങളിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ത്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് ഈ എക്സാം ഷീറ്റ് ഒക്കെ കെട്ടാനായിട്ട് തരുന്ന ആ ഒരു ത്രെഡ് ഇല്ലേ, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് വേണ്ട ത്രെഡിന്റെ ലെങ്ത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സെറ്റ് ഓഫ് പേപ്പേഴ്സ് ആ എടുത്തിരിക്കുന്നത് നോക്കുക. അതായത് എത്ര സിഗ്നേച്ചർ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ 7 എണ്ണം ആയതുകൊണ്ട് ഇതുപോലെ 7 എണ്ണം ഇങ്ങനെ അളന്നെടുത്തിട്ട് അതായിരിക്കും കറക്റ്റ് എക്സാക്ട് ലെങ്ത്. അതിനേക്കാളും ഞാൻ കുറച്ചുകൂടി ഇട്ടായിരുന്നു ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മെഷർ ചെയ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ത്രെഡ് തീർന്നു പോകത്തൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അടുക്കൽ ആ വളഞ്ഞ ടൈപ്പ് സൂചി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കോപ്റ്റിക് ബൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന സൂചി. അപ്പൊ അതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ സൂചി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് കാണുമ്പോൾ തന്നെ ഒക്കില്ല, പറ്റില്ല, പാടാണ് എന്നൊന്നും വിചാരിക്കേണ്ട. സംഭവം ഭയങ്കര എളുപ്പമാണ്. ആദ്യം ചെറുതായിട്ടൊരു കൺഫ്യൂസിംഗ് ഒക്കെ കാണുമായിരിക്കും, പക്ഷെ എന്നാലും ചെയ്തു വരുമ്പോൾ ഒരു ലൂപ്പ് പോലെയാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആദ്യം പേജിന്റെ ഫസ്റ്റ് ഹോളിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബൈൻഡിങ് ബോർഡിന്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തേക്ക് എടുത്തിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് സെയിം ഹോളിൽ കൂടെ തന്നെ തിരിച്ചു കയറ്റി എടുക്കുക. എന്നിട്ട് ഇതേ സാധനം അടുത്ത ഹോളിൽ കൂടെ തിരിച്ചിറക്കിക്കൊണ്ട് വരിക. ഈ ഒരു പ്രോസസ്സാണ് സെക്കൻഡ് ലാസ്റ്റ് ഹോള് വരെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഹോള് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഈ സെയിം ഹോളിൽ കൂടെ കയറ്റുന്ന ഇത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഓഫ് പേപ്പർ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കയറ്റുന്നത്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.
അപ്പൊ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുമ്പോൾ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ തിരിച്ചു കയറ്റുന്നത് മറ്റേ ആദ്യത്തിന്റെ ഉള്ളിൽ കൂടെ അല്ല, രണ്ടാമത്തെ പുതിയ സെറ്റ് ഓഫ് പേപ്പറിന്റെ ഉള്ളിൽ കൂടെ കയറ്റുക, ഇപ്പുറത്തൂടെ ഇറക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇത് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചെയ്തത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഇത് ചെയ്യേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പൊ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും, താഴേന്ന് മുകളിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. അത്ര മാത്രം ഓർത്താൽ മതി. ഈ ഒരു സെയിം പ്രോസസ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ലാസ്റ്റ് ഞാനിപ്പം 7 സിഗ്നേച്ചർ എടുത്തിട്ടുണ്ട്, അതില് 6 ചെയ്യുന്നത് വരെ ഈ സെയിം പ്രോസസ് ആണ്. ലാസ്റ്റ് 7ാമത്തെ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ബൈൻഡിങ് ബോർഡും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് മാത്രം ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോ ചേച്ചിയുടെ പേരെന്താ, ചേച്ചി ആരാ, ഫേസ് കാണിക്കോ, ചേച്ചി നാട്ടിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ പേര് സ്വാതി എന്നാണ്. പിന്നെ ഫേസ് കാണിക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഫേസ് കാണിക്കാൻ പ്രത്യേകിച്ച് ഒരു മടിയില്ല, പക്ഷെ എന്റെ ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും വരത്തില്ല. ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെ തോന്നിയിട്ട് എന്നുള്ളൊരു എക്സ്പ്രഷൻ മാത്രമേ എന്റെ മുഖത്ത് വരത്തുള്ളൂ. ഇലക്ട്രിക് ഷോക്ക് കൊടുത്താലും എക്സ്പ്രഷൻ വരാത്ത ഒരു ടൈപ്പ്. എപ്പോഴെങ്കിലും അതിലൊരു മാറ്റം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും ഫേസ് കാണിക്കും. പിന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അപ്പൊ കുറച്ച് എക്സ്പ്രഷൻ കൂടി പോയെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ഒരു കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയായിട്ടുള്ള ചാറ്റ് പോലെയാണ് ഫുള്ള് കിടക്കുന്നത്. അപ്പൊ അതില് നാട്ടിലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലല്ല ഇപ്പോ, ഞാൻ ജർമ്മനിയിലാണ് ഇപ്പോ. അപ്പോ എന്നെ പറ്റി അത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ ഒരു വളഞ്ഞ സൂചിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് ചെയ്യാൻ നല്ല സുഖം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പേജ് ഇങ്ങനെ മറിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് കയറി ഇറങ്ങി വന്നോളും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു, നമ്മൾ ത്രെഡ് നല്ലോണത്തിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഓവർ ടൈറ്റ് ആക്കരുത്. ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പേജ് കീറിപ്പോകാനുള്ള സാധ്യത. ഇനി നമ്മൾ ലാസ്റ്റ് സിഗ്നേച്ചർ ആണ്, പ്ലസ് ബൈൻഡിങ് ബോർഡും കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ബൈൻഡിങ് ബോർഡിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി പുറത്തേക്ക് ഇറക്കുക. എന്നിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് ഹോളിൽ കൂടെ അകത്തോട്ട് കയറ്റുക, ഇപ്പുറത്തെ ഹോളിൽ കൂടെ പുറത്തേക്ക് കിടക്കുക. ആദ്യത്തെ ഹോളിൽ കയറ്റുന്ന ആ ക്ലിപ്പ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്, അത് വീഡിയോ ഓൺ അല്ലായിരുന്നു. അപ്പൊ അടുത്തത് നോക്കി ചെയ്താൽ മതി. അടുത്തത് തൊട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതുവരെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടെല്ലാം പോവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ദുരന്തങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. ഞാൻ ഓർക്കുകയും ചെയ്തു, ആദ്യമായിട്ടൊരു ബുക്കൊക്കെ ബൈൻഡ് ചെയ്തിട്ട് നല്ലോണൊക്കെ കിട്ടി, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, വെറുതെ തെറ്റിദ്ധരിച്ചു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇനി 3 സ്റ്റിച്ചും കൂടെ ഉള്ളൂ എന്നറിഞ്ഞ് വേഗം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയി കാണാനുള്ള ഒരു ആക്രാന്തം മൂത്തിട്ട് ഞാൻ കുറച്ച് വെപ്രാളം പിടിച്ചു. പക്ഷെ എന്നാലും ആ 3ാമത്തെ ഹോള് ബൈൻഡിങ് ഹോളിൽ കൂടെ കയറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങോട്ട് കയറ്റി, ആ ഹോളും കുറച്ച് ചെറുതായിരുന്നു, ഇനി സൂചി വലുതായിരുന്നു, ഒന്നും എനിക്കറിയത്തില്ല. അങ്ങോട്ട് കയറ്റിയതേ ഓർമ്മയുള്ളൂ. അതാണ്ട് ആ സൂചി ഒടിഞ്ഞ് കയ്യിലിരുന്നു. കുറച്ചു നേരത്തേക്ക് സൈലൻസ് ആയിരുന്നു. ഞാനിങ്ങനെ ഇനി എന്തോ ചെയ്യും എന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു പാക്കറ്റ് സൂചി വാങ്ങിയത് ഈ ഒരു വളഞ്ഞിരിക്കുന്ന സൂചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ ഇങ്ങനെയായി. പിന്നെ ഞാൻ അപ്പൊ തന്നെ മറ്റേ ആദ്യം എടുത്ത ആ സൂചി തന്നെ ഇട്ട് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് എന്തായാലും ലാസ്റ്റ് ഹോള് വരെ എത്തി. ദുരന്തങ്ങൾ അവിടെയും തീർന്നില്ല. ലാസ്റ്റ് ബൈൻഡിങ് ഹോളിൽ കൂടെ കയറ്റിയപ്പോ ആ സൂചി ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ അടുത്ത സൂചി ഇട്ട് എന്തായാലും ഞാൻ ഫിനിഷ്. ഒരു പാക്കറ്റ് സൂചി വാങ്ങിയത് എന്തായാലും നന്നായി, എല്ലാം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങളും ഇത് മനസ്സിൽ വെച്ച് തുന്നാൻ തുടങ്ങുക. ചിലപ്പോ സൂചി ഒടിഞ്ഞെന്നൊക്കെ വരും, പക്ഷെ തളരില്ല. ലാസ്റ്റ് സൂചി ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് എന്റെ കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വണ്ണം കുറഞ്ഞ സൂചി എടുത്തിരുന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ആ ഹോളിൽ കൂടെ കയറിപ്പോയി. ലാസ്റ്റ് ഒടിഞ്ഞത് എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം സൂചി ഒടിഞ്ഞ് ആ ബൈൻഡിങ് ഹോളിന്റെ ഉള്ളിൽ അങ്ങ് തറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അത് കുത്തി ഇളക്കി പുറത്തിട്ടിട്ട് വേണമായിരുന്നു തയ്ക്കാൻ.
ലാസ്റ്റ് എന്തായാലും സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനും ഈ ഒരു കോപ്റ്റിക് ബൈൻഡിങ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുവാണ്. 2 സൂചി ഒടിഞ്ഞാൽ എന്താ, സംഭവം എന്തായാലും നല്ല സെറ്റായിട്ട് കിട്ടി. പിന്നെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. ഒന്നല്ല, ഞാൻ 2 കെട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു പാറ്റേൺ ആ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ പിന്നി പിന്നി വെച്ച പോലെ. അപ്പോ ഇതിന് ശേഷം നമുക്കിനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അലങ്കോലപ്പണികളും കൂടെ ചെയ്ത് ഇത് ഫിനിഷ് ചെയ്യാം. കുറച്ച് മെനക്കെട്ടാലും ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയറി നമ്മുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഞാൻ ഇതുപോലെ 2 ലേസ് വെച്ച് ഇതൊന്ന് പുഷ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എന്റെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ video.